നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അവരുടെ ട്രസ്റ്റ് ചെയർമാനുമായി സംസാരിച്ചപ്പോൾ ഇനിയൊരു ഫണ്ട് റിലീസിന് സാധ്യതയില്ല പോലും. അവര് തമ്മിലുള്ള ഇഷ്യൂന്റെ പുറത്ത് ഫണ്ട് ഫ്രീസായി. എന്താ പറഞ്ഞു വരുന്നത്? കമ്പനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷന് ഫയൽ ചെയ്യാം. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനുള്ള നോട്ടീസ് നമുക്ക് കൊടുക്കാം. നീ എന്തു പറയുന്നു? എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഏടത്തി മാത്രം തീരുമാനിച്ചല്ലോ ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അപ്പൊ നിർത്തുന്നതും ഏടത്തിയുടെ മാത്രം തീരുമാനമാവാൻ പാടില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തതേ തെറ്റായിപ്പോയി. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ ഏടത്തി. തെറ്റുകൾ പറ്റും. അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തും. അല്ലെങ്കിൽ ആ തെറ്റിനെ പറ്റി ഓർത്ത് വിഷമിച്ച് കഴിയേണ്ടി വരും. തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അതിന് തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത വേണം, അത്രമാത്രം. എന്ത് വേണം വേണ്ടെന്ന് ഉറച്ചു തീരുമാനിക്കാൻ കഴിയണം. അത് വേണോ ഇത് വേണോന്ന് മനസ്സൊന്നും ചഞ്ചലപ്പെടാൻ പാടില്ല. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. ആഗ്രഹിച്ച് നേടാൻ ത്യാഗം ചെയ്യണം. എടുത്തി ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ. എൻ്റെ ഒരു താല്പര്യത്തിലാണല്ലോ ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. കണക്കുകൾ ഒരിക്കലും തെറ്റില്ല സച്ചി. അത് കൂട്ടുന്നവരുടെ തെറ്റാ കണക്കിനെ മൊത്തം തെറ്റിക്കുന്നത്. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയി. നീ വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ ഇതിലും വലിയ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാവും. ഇതിലൊക്കെ നിന്റെ സൈൻ വേണം. സച്ചി അവിടെയല്ല, ഇവിടെ താഴെ നോക്ക്. അതൊന്ന് വായിച്ചു നോക്കിട്ട് ഒപ്പിട്. ആ ഫയല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നാളെ മാനേജറെ ഏൽപ്പിച്ചാൽ മതി. ഇത്ര എളുപ്പമല്ലേ സച്ചി? നമ്മൾ വളരെ സ്വപ്നം കണ്ട് തുടങ്ങിയൊരു പ്രോജക്റ്റ് പാതി വഴിയിൽ തകർന്നു പോയി. എല്ലാ സ്വപ്നങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഠിന ശ്രമം തന്നെ വേണം. തുടങ്ങാനും മുടങ്ങാനും ഒക്കെ എളുപ്പമാ, പക്ഷെ പൂർത്തീകരിക്കാനാ പാട്. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. പിരിയാൻ വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. പക്ഷേ ഉത്തരവില്ലാത്ത കുറേ ചോദ്യങ്ങളും പരിഹാരമില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങളും. എൻ്റെ പ്രശ്നങ്ങൾ അത്ര നിസ്സാരമായി 1-2 നാളുകൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. അതിന് ഞാൻ തന്നെ ഇല്ലാതാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.